ആഹാ, ഇത് കൊള്ളാവല്ലോടാ തമ്പുരാനെ. ബാങ്കിൽ ജോലിക്ക് പോകുന്നവരെ പോലല്ലേ കണ്ണ് കിട്ടുമെന്നാ തോന്നുന്നേ. മക്കളെ, ഇപ്പഴേ ഞാൻ ജയിച്ച പോലെ തോന്നടാ. ആ ഇനി ആ ചേച്ചി കളി മുഴുവൻ കിടക്കുന്നേ. പോകുന്ന വഴിക്ക് കറണ്ട് ബില്ല് അടയ്ക്കാനല്ലേ പറഞ്ഞോളൂ. അതിന് നീ നിന്റെ പിള്ളേര് ചാവാനല്ലേ അങ്ങനെ പറഞ്ഞത്? എന്തിനാ ചേച്ചി ഇങ്ങനെ കരയുന്നത്? കറണ്ട് ബില്ലല്ലേ, ഞങ്ങൾ അടച്ചോളാം. ഞങ്ങളുണ്ട്. ചെറുപ്പത്തിൽ പോലും റേഷൻ കടയിൽ പോയിട്ടില്ല. എന്നാ ഈ പ്രായത്തിൽ ഇപ്പൊ റേഷൻ കടയിലും കയറി. കത്തി പിടിച്ച കൈകൊണ്ട് ക്യാൻ എടുക്കേണ്ടി വന്നു. കന്യാകുമാരി തൊട്ട് കാസർഗോഡ് വരെ വീണ്ടും പാലമാണോ നേതാവേ? പാലം പണിത ജനങ്ങള് ഏതു പാലം എന്ത് പാലം എപ്പ തീരുമെന്നൊന്നും ചോദിക്കില്ല. നമുക്ക് കാശെടുത്ത് മറിക്കാം. ഇതില് പലരുടെയും സ്ഥലം പോകത്തില്ലേ? ആരുടെ സ്ഥലം പോയാ എനിക്കെന്താടാ? എനിക്ക് കാശാ വലുത്. What's the problem? What he said? Our CM is for the people. No. ഇല്ലെന്നോ? Not other people. For me, my family. Take all length yours. What commission tell me? നിങ്ങൾ ഇവിടെ ജോളിയായിട്ട് മീറ്റിംഗ് കൂടിക്കൊണ്ടിരുന്നു. അവിടെ കുറേമാര് ചോദ്യം ചെയ്തതിന് വലയ്ക്കായിരുന്നു, അറിയാമോ? എന്താ പെണ്ണ്, നീ അടുത്ത മേയറല്ല ഇങ്ങനെ ദേഷ്യപ്പെടാതെ. ഇത് കണ്ടോ, നിനക്ക് വേണ്ടിയാണ് ഈ പാലം കിട്ടുന്നത്. ഓക്കെ സാറി, കമ്മീഷൻ. നിങ്ങൾ ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കും. അവിടെ ഒരു ഡെപ്പോസിറ്റും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓ 1 minute. ആരാടോ അത്? അതൊരു ഡെമ്മി കാൻഡിഡേറ്റ്. എന്താ ജോലി? ഇഡലി കച്ചവടാ. ഇഡലി. ദാറ്റ് ഇസ് എ പാർലമെന്റിലെ ഇഡലി കാൻഡിഡേറ്റ്. എടോ, അവരോട് എന്താ വിലയെന്ന് ചോദിച്ച് കാശ് കൊടുത്തേക്ക് നോമിനേഷൻ വാങ്ങാം. അത് കൊള്ളാം. കാശ് കൊടുത്ത അയാള് പിന്മാറുവോ? പെണ്ണേ, കാശിന് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു. ഇതുകൂടെ ചെയ്യല്ലേ? പറഞ്ഞയക്കടോ. പറഞ്ഞ പോലെ ചെയ്യാം. കമലെ, നീ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയി പോയി. കണ്ടവന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് വാപ്പസ് മേടിക്കാൻ പോയി. അതേ മോനെ, എന്തൊക്കെയോ പറഞ്ഞ് രമണി ചേച്ചിയുടെ മനസ്സ് മാറ്റി നീ വേഗം പോ. മക്കളെ, എടാ എങ്ങോട്ടാ ചേച്ചി പോകുന്നത്? നമുക്ക് 50,000 രൂപയിലെ ചെലവായുള്ളൂ. പിൻവലിച്ച 5 ലക്ഷം തരാമെന്ന് പറയുന്നടാ. ചേച്ചിക്ക് വട്ടായോ? എന്താ അവൻ 5 ലക്ഷം രൂപ തരുമെങ്കിൽ അവൻ എത്ര സമ്പാദിക്കുന്നു ആലോചിക്കുക. 5 10 വാങ്ങിട്ട് പൊക്കോടാ. ഇടയ്ക്ക് കയറി സംസാരിക്കാന്ന് പോടാ. ദേവി ഏത് ആലോചിക്കുക ചേച്ചി? വീണ്ടും അവന്റെ മുമ്പിൽ കൈയിട്ട് നിൽക്കണോ അത് അവൻ ചേച്ചിയുടെ മുമ്പിൽ കൈയിട്ട് നിൽക്കണോ? എന്താടാ ശ്രീദേവി പെണ്ണ് കാണാൻ വന്നോ? പോയി തൊലയാൻ പറ. എനിക്കത് മുഖ്യമല്ല. ചേച്ചി എനിക്ക് കൗൺസിലറാക്കണം. അവൻ എന്തുകൊണ്ടാ ചേച്ചിക്ക് പൈസ തരാമെന്ന് പറഞ്ഞറിയോ? ചേച്ചി ജയിക്കുമെന്ന് പേടിക്കുന്നവൻ. പറയുന്ന കേൾക്ക് ചേച്ചി. നീ പറ, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്? രമണി ചേച്ചി ചേച്ചി, കുട്ടികൾക്ക് എല്ലാവരും ബാറ്റും ബോളും വാങ്ങിച്ചു കൊടുത്തേക്ക്. എന്താടാ മോനെ ഇത്? ഓട്ടിന് കാശ് കൊടുത്താ ഓട്ടിട്ടേച്ച് പോവും. ബാറ്റും പന്തും ഒക്കെ വാങ്ങിച്ചു കൊടുത്താ എന്താ പ്രയോജനം? പറയുന്ന ചെയ്യ് ചേച്ചി. 23-ാം തീയതി അല്ലേ മോനെ തെരഞ്ഞെടുപ്പ്? അപ്പൊ 23-ാം തീയതി കുട്ടികൾക്ക് ഒരു ക്രിക്കറ്റ് മാച്ച് നടത്തിയേക്കാന്നേ. എന്താടാ അവള് നോമിനേഷൻ വാങ്ങാഞ്ഞത്? ജയിക്കുമെന്നറിഞ്ഞ ആരെങ്കിലും നോമിനേഷൻ പിൻവലിക്കോ? അവളൊരു വിവരമില്ലാത്തവളെ നേതാവേ. അവൾക്ക് ഒപ്പിടാൻ അറിയില്ലായിരിക്കും, പക്ഷെ അവളുടെ കൂടെ ഒരുത്തൻ നടപ്പുണ്ടല്ലോ. ആരടാ അത്? അവനൊരു വികടനാ നേതാവേ. ആ വികടൻ നാട്ടുകാർക്ക് വേണ്ടി എന്താ ചെയ്തത്? അവൻ പിള്ളേർക്കൊക്കെ ബാറ്റും ബോളും കൊടുത്ത് ഇപ്പൊ വോട്ട് പിടിക്കുക. എന്താ പറഞ്ഞ? അതെന്നെ, ബാറ്റും ബോളും കൊടുക്കുന്നോ? കൊടുക്കാൻ പറ. പിള്ളേര് കളിക്കട്ടെ. അത് കണ്ട് രസിക്കാൻ ഓരോ വീട്ടിലും TV കൊടുക്ക്. വോട്ട് ഇവിടെ മറിഞ്ഞോളും. ഇതുവല്ല നടക്കൂ. അങ്ങനെ നിനക്കൊരു TV ഇവിടെ തോക്കം പിടിച്ചോണ്ട് നിന്നോ? എന്തിനാ പതുക്കെ വരുന്നത്? ഇങ്ങോട്ട് കൊണ്ടുപോവാ. രമണി ചേച്ചി തെരഞ്ഞെടുപ്പ് നിൽക്കുന്നതുകൊണ്ട് ജനങ്ങൾക്കെല്ലാം സന്തോഷമാണല്ലേ? ജനങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല, പക്ഷെ പശുക്കളൊക്കെ നല്ല സന്തോഷത്തിലാന്നാ തോന്നുന്നത്. എന്താ അല്ലാതെ പിന്നെ രമണി ചേച്ചിയുടെ പോസ്റ്ററെല്ലാം പശുക്കൾ കടിച്ചു പറിച്ച് നിന്ന് കണ്ടായിരുന്നു. വെറുതെ പ്രാന്തിയ സീറ്റിന് വേണ്ടി പിടിച്ചു നിർത്തിയിട്ട് എന്റെ സാറേ ഞങ്ങൾ എന്നെ ചെയ്യാൻ ഞങ്ങളുടെ ആവശ്യങ്ങളൊന്നും നടത്തണ്ടേ? ഒരിക്കലും ഒരുത്തിനും ഇല്ലത്തടത്തെന്താടാ ഇത്ര കൂട്ടം? എതിർ കക്ഷിക്കാർ വല്ല മീറ്റിംഗും വെച്ചോ? എന്ത് പറ്റി? ഇവിടെ ഭയങ്കര ചെക്കിംഗ് ആണെന്നാ തോന്നുന്നത്. ഇവന്മാർക്ക് വേറെ ജോലിയൊന്നുമില്ല. ചേച്ചി അധികാരത്തിൽ വന്ന ഇവന്മാരെ ആദ്യം ഓടിക്കണം. എടോ, എന്തൊരു വർത്തമാനായി പറയുന്നത്? ഈരിനെ പേനാക്കി പേരിനെ പെരുമാളാക്കി പെരുമാളിനെ പിച്ചെടുക്കാൻ പറ്റുമല്ലോ നിങ്ങൾ. ഇതിലെ അങ്ങോട്ട് പോണം സാറേ. അവിടെ ആശ്രമത്തിൽ വലിയ തിരക്കായി, അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇതിലേ പോ. ആശ്രമമോ? ബീഡി സ്വാമിയെ ഇനി എങ്ങാനും ശങ്കരമഠത്തിൽ ചേർത്തോ? അറിയത്തില്ല, വാ നോക്കാം. സ്വാമികളുടെ മുന്നിൽ സാധാരണ കാണിക്കപ്പെട്ടിയാണുള്ളത്. ഇവിടെ മുഴുവൻ ബൈക്കാണല്ലോ ഉള്ളത്. ഇനി CC കാരെങ്ങാനും പൊക്കിയതാണ്. എന്താടാ നിന്റെ വായ നല്ലൊന്നും വരത്തില്ല ഒരിക്കലും. പിന്നെ എങ്ങനെ ഇത്രയും വണ്ടി? എടാ ഇത് പാർക്കിംഗ് ആണ്. പാർക്കിങ്ങോ?
ഇത്രയും വണ്ടിയോ? അല്ല, ഈ മരത്തെ എന്താ എല്ലാരും ചുറ്റിക്കൊണ്ടിരിക്കുന്നത്? ഇത് മുക്തിവൃക്ഷം. ബുദ്ധന് ബോധിമരം പോലെ നമ്മുടെ സ്വാമിജിക്ക് ഇത് നെല്ലിമരം. ഈ മരത്തിന്റെ ചുവട്ടിലിരുന്ന് ധ്യാനം ചെയ്യുമ്പോഴാണ് സ്വാമിജിക്ക് ബോധോദയം ഉണ്ടായത്. അവരെ മനസ്സിൽ ധ്യാനിച്ച് ഈ നെല്ലിമരത്തെ ചുറ്റി വന്നാൽ നമ്മളെ ബാധിച്ചിരിക്കുന്ന അസുഖങ്ങളും ദുഃഖങ്ങളും എല്ലാം അങ്ങ് ദൂരേക്ക് പറന്നു പോകും. ജയമേ ലയം, ലയമേ ജയം. എന്റെ പൊന്നെ, ഈ തുരുമ്പ് പിടിച്ച തലയൻ പച്ച കള്ളമാണോ പറഞ്ഞു പോയത്? ഈ നിൽക്കുന്നത് പുളിമരമല്ലേ? ഇതെന്താ അതെന്താന്നൊന്നും ചോദിക്കാൻ പാടില്ല. എന്താ നോക്കാം. ഈടോ മേലിലോട്ട് നോക്ക്, മുഴുവൻ പുളിക്കായല്ലേ? അത് ഭക്തിക്കായ. വാ. അവര് പോലും ഓവറാവുന്നില്ല, നീ അവരെക്കാളും ഓവറാൻ നോക്കുവാണോ? എന്തിനാ ജയലയം ജയലയെന്ന് കൂപ്പിക്കൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഒരു കിട്ട് ബീഡി വാങ്ങിച്ചു കൊടുക്കാൻ പോലും ആളില്ലായിരുന്നു. ഇപ്പൊ എവിടെ നിന്ന് ഇത്ര ആള്? പറഞ്ഞു കേട്ടില്ല, അയാൾ സാധാരണ സ്വാമിയല്ലെന്ന്, സ്പെഷ്യൽ സ്വാമിയാണെന്ന്. എന്നതാടാ ഇവിടെ നടക്കുന്നത്? എടാ കമലേ, സ്വാമിയുടെ നോട്ടം നിന്നെ തന്നെയാണല്ലോ. അതെ, നിന്നെ വിളിക്കുന്ന കണ്ടില്ലേ? ചെന്ന് കാണ്. പോയി കാണടാ, പെട്ടെന്ന് പോടാ. സ്വാമി അനിയ, എല്ലാം റെഡിയായിട്ടുണ്ട്. റെഡി ആയല്ലേ? മുമ്പൊക്കെ ഞാൻ എന്ത് സംസാരിക്കും, ഒരുത്തനും ഒന്നും പറയില്ല. ഇപ്പൊ ഞാൻ സംസാരിക്കാതെ വെറുതെ ഇരുന്നപ്പോ എന്തെങ്കിലും പറയണമെന്ന് പറഞ്ഞ ദേ നോക്ക്, കളക്ടറും മേയറും ഒക്കെ കാലത്ത് മുതൽ ഒന്ന് കാത്തിരിക്കുക. നിനക്ക് ഈ ഐഡിയ എവിടെ നടാ കിട്ടിയത്? അത് വേറൊന്നുമല്ല സ്വാമി, നമ്മളൊരു പെണ്ണിന്റെ പുറകെ നടക്കുമെന്ന് വെച്ചോ, എപ്പ സംസാരിക്കും നമ്മൾ കാത്തിരിക്കും. അവളെ കല്യാണം കഴിച്ച് വീട്ടിൽ വെച്ചോണ്ടല്ലോ, എന്താ വളവളാന്ന് സംസാരിക്കുന്നേ, ഒന്ന് മിണ്ടാതിരിക്കില്ലേന്ന് ഓർക്കും. സ്വാമി ഇത്രത്തോളം സംസാരിച്ചോണ്ടിരിക്കുമല്ലായിരുന്നോ, അതാ പണ്ട് ഞാൻ തിരിച്ചുവിട്ടത്. അതൊക്കെ വിട്ടേക്ക്. വരുന്നതിന് മുമ്പ് എന്നെ ബീഡി സ്വാമി എന്നാ വിളിച്ചിരുന്നേ, ഇപ്പൊ സാക്ഷാൽ സ്വാമി എന്നാ പറയുന്നേ. ഇപ്പൊ 5000 10,000 ഒക്കെ ആയി കാണിക്കുക. സ്വാമി 5000 10,000 ഒന്നും എമൗണ്ട് അല്ല, അതെല്ലാം എടുത്തു വെക്ക്. എന്താ ചെയ്യേണ്ടത് ഞാൻ പറയാം. അതെന്താണെന്ന് കണ്ണടയ്ക്ക്. സ്വാമിയെ ദൈവമേ, നല്ല കാര്യമാണ് പറഞ്ഞു തന്നത്. എന്താടാ ലോഡ് വണ്ടി പുറകോട്ട് വരുന്നവരെ വന്നത്? അതൊക്കെ പെട്ട സ്വാമി എന്താ പറഞ്ഞത്? എല്ലാം റെഡിയായടാ. എന്ത് റെഡിയായെന്ന്? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ പുള്ളി വെറുതെ സംസാരിച്ചോണ്ടിരിക്കുമല്ലായിരുന്നോ, ഒരുപാട് സംസാരിക്കാതെ ഒരു ദിവസം ഒരാളോട് സംസാരിക്കാൻ ഞാൻ പറഞ്ഞു. അത് ഓക്കെ ആയി. എന്തോക്കെ ആയിരുന്നോ? ഇതെന്താ വട്ടായോ? മുമ്പൊക്കെ ഒരുത്തനും ഇയാളോട് സംസാരിക്കില്ലായിരുന്നു, ഇപ്പൊ ഇയാളോട് സംസാരിക്കാൻ വേണ്ടി ക്യൂ നിൽക്കും ആൾക്കാർ. ഇതിനെല്ലാം കാരണം താനാണോ? സ്വാമി എന്താ പറഞ്ഞു? സ്വാമി എന്താണോ പറഞ്ഞത്? അതെ, ഇവരോടൊക്കെ എന്ത് സമാധാനം പറയാൻ പോകുന്നത്? ഇനി വരാൻ പോകുന്ന ഇലക്ഷനില് 125ാമത്തെ ഡിവിഷനില് നമ്മുടെ രമണി ചേച്ചിയെ ജയിക്കാൻ പോകുന്നതെന്ന് ആ സ്വാമി തന്നെ പറഞ്ഞു. ജയമേലയോ? എന്താടാ രമണി ചേച്ചിക്ക് സ്വാമി ഫേഷ്യൽ ചെയ്ത് കൊടുക്കുവാണോ? നല്ല വെളിച്ചമുണ്ടല്ലോ. അത് വെളിച്ചൊന്നുമല്ല, ഓട്ട. ഇനി നടക്കാൻ പോകുന്ന എന്താ നോക്കിയോ. സ്വാമി കയ്യിൽ നിന്നും ഭസ്മം എടുത്തു, വായ്ക്കുള്ളിൽ നിന്നും ശിവലിംഗം എടുത്തു. അതുകൊണ്ട് ഇവര് പറഞ്ഞ ജനങ്ങൾ വോട്ടിടുവെന്നാണോ? കക്കൂസ് ബ്ലോക്ക് ആയതുകൊണ്ട് കോർപ്പറേഷനിൽ കംപ്ലൈന്റ് കൊടുത്താൽ കമ്മീഷണർ വന്ന് വാരുപോയത്. എന്നെ പോലെ ഒരുത്തനുണ്ട് ഇതൊക്കെ നടക്കും. സ്വാമി പറഞ്ഞു നല്ലത് ഏതാന്ന്. സൗകര്യം ഉണ്ടേ കേക്ക്, ഇല്ലേ ഇതൊക്കെ നാരെ കിടക്കട്ടെ. ഇപ്പോഴത്തെ പെണ്ണുങ്ങളൊക്കെ അമ്മമാര് പറയുന്നത് കേൾക്കുന്നുണ്ടോ ഇല്ലയോ, സ്വാമികൾ പറയുന്നത് കേൾക്കും. അച്ഛൻ എവിടെ പോവാ? ഒരു വഴിക്ക് പോകുമ്പോ വോട്ട് ചെയ്യാൻ പോവാ. ആർക്കാ വോട്ട് ചെയ്യുന്നേ? ആർക്ക് ചെയ്താ നിനക്കെന്താ? ആർക്കാ ചെയ്യണ്ടേ? രമണി ചേച്ചിക്ക് ചെയ്യേ. അതെന്തിനാ? എനിക്ക് ഇതുവരെ ഒരു കീറിയ ബോളെങ്കിലും വാങ്ങിച്ചു തന്നിട്ടുണ്ടോ? രമണി ചേച്ചി വാങ്ങിച്ചു തന്നതാ പുതിയ പാഡ്, പുതിയ ബോള്, പുതിയ ബാറ്റ്, പുതിയ ഗ്ലൗസ്. അതുകൊണ്ട് അവർക്ക് ചെയ്യേ. ചെയ്തില്ലെങ്കിലോ? ഞാൻ ഒന്നും ചെയ്യൂല. അച്ഛൻ രാത്രി കടന്നുറങ്ങുമ്പോ ബാറ്റ് വെച്ച് തല അടിച്ചു പൊട്ടിക്കും. ഇതാണോടെ പിള്ളേരുടെ ലക്ഷണം? അവൻ പറഞ്ഞില്ല ഇപ്പൊ എന്ത് തെറ്റാ ഉള്ളേ? പാവം ആ പിള്ളേര് റേഷൻ കടയ്ക്ക് ഓടുന്നു, കറണ്ട് ബില്ല് അടയ്ക്കുന്നു. പാവം ആ പിള്ളേര് ഓടി ഓടി കഷ്ടപ്പെടുകയാ. ഒരു വോട്ടിന്റെ കാര്യല്ലേ ഉള്ളൂ, പോയി ചെയ്തിട്ട് വന്നേ. ഞാൻ ആദ്യം മുതൽ അവളെ കുറിച്ച് നിങ്ങളോടൊക്കെ പറഞ്ഞതല്ലേ? ഞാൻ പറഞ്ഞിട്ട് ആരെങ്കിലും കേട്ടോ? കേവലം ഒരു ഇഡ്ഡലി കച്ചവടക്കാരിയുടെ അടുത്താ ഞാൻ തോറ്റുപോയത്.
എങ്ങനെ ഇത് സംഭവിച്ചത്? ആരാവൻ? അവള് ജയിച്ചതല്ല, അവളെ ജയിപ്പിച്ചേ. ഒക്കെ നമുക്ക് അറിയാവുന്ന പയ്യനാ. കാരപ്പുഴയിൽ മാഡത്തിന്റെ പേരിൽ ഒരു കോൺട്രാക്ട് എടുത്തിരുന്നില്ലേ? അതിൽ അവന്റെ വീട് പോകുന്നു പറഞ്ഞ് നമ്മുടെ കാലയിൽ വന്ന് വീണു, കരഞ്ഞു. പക്ഷെ നമ്മൾ എന്താ ചെയ്തത്? അവന്റെ കുത്തിന് പിടിച്ച് പുറത്തു തള്ളി. അവനാണിപ്പോ. ഓ, ഞാൻ അവനെ അപമാനപ്പെടുത്തിയത് കൊണ്ട് എനിക്കെതിരായിട്ട് നിൽക്കുന്നല്ലേ? വരാൻ പറയാം അവനോട്. ശരി. ആരടാ കണ്ണൻ? ഇവിടെയുണ്ട് നേതാവേ. അതെ, ഇവൻ തന്നെ. നമസ്കാരം സാറേ. ആരടാ നീ? നിന്നെ കണ്ട ഒരു ഓർമ്മയില്ലല്ലോ എനിക്ക്. എങ്ങനെ ഓർമ്മ വരും സാറേ? വോട്ട് ചെയ്ത് കഴിഞ്ഞ എല്ലാവരുടെയും മുഖം മറക്കില്ലേ? ദേഷ്യപ്പെടല്ലേ മോനെ? എന്തുവാ നീ ആരടുത്ത് എന്തോ പറയുന്നത് നിനക്കറിയോ? ഞാനതിന് എന്താ തെറ്റായിട്ട് പറഞ്ഞു? ഒന്നും ചെയ്യാൻ പറ്റാത്തവൻ എന്തോ ചെയ്തപ്പോഴല്ലേ ഓർമ്മ വരുന്നത്. ഞാൻ എന്റെ വീടിന് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇപ്പൊ എന്തിനാ വരാൻ പറഞ്ഞേ? ആരോടാ നീക്കടാ? നിന്നെ ഇവിടെ ഞണ്ണാൻ വിളിച്ചതല്ല. എന്താ എനിക്കെതിരായി പാർട്ടി ഉണ്ടാക്കുക? വോട്ട് ചെയ്ത് നീ പറയുന്നുണ്ടല്ലോ. വോട്ട് ചെയ്ത നിന്റെ ഫോട്ടോ വീട്ടിൽ വെക്കണോ? ചുമ്മാതല്ലോ, കാശ് മേടിച്ചിട്ടല്ലേ. എന്നോട് സംസാരിക്കാൻ ഒരു യോഗ്യതയില്ല. 5 വർഷം കൊണ്ട് ഉണ്ടാക്കേണ്ടതല്ല ഉണ്ടാക്കിയടാ ഞാൻ. നിന്റെ ചെറിയ വീടിന് വേണ്ടി നീ കുറെ കിടന്ന് ചാടുന്നുണ്ടല്ലോ. ഈ നിലയിലെത്താൻ എത്ര ഞാൻ ചെലവാക്കിയെന്നറിയുവോ? കോടിക്കണക്കിന് ഇറക്കി കളിച്ചതാ. ഇത്രയും ചെലവാക്കിയിട്ട് കുനിഞ്ഞിരിക്കാൻ പറ്റുവോടാ? ഇട്ടത് എടുക്കണം. ഇത് രാഷ്ട്രീയമല്ല, വ്യാപാരമാണ്. സാറേ, എനിക്ക് രാഷ്ട്രീയം അറിയില്ല, വ്യാപാരം അറിയില്ല. ആ വീടാണ് എനിക്കെല്ലാം. സാറിനത് വെറും കല്ലും മണ്ണുമായിരിക്കും. ഞങ്ങൾക്കതാണെല്ലാം. വീടിന് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും, എവിടെ വേണമെങ്കിലും പോവും. ഇവനെ കൊണ്ട് ഞാൻ തോറ്റുപോകും. നീ എവിടെ പോകും? എവിടെ വരെ പോകും? കോർപ്പറേഷൻ കമ്മീഷണർ, MLA, MP, മിനിസ്റ്ററുടെ അടുത്ത് എവിടെ പോയാലും ചുറ്റി എൻ്റെ അടുത്ത് തന്നെ വരണം. ഞാനെന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത് സാറേ. ഇന്ന് വേണമെങ്കിൽ സാർ CM ആയിരിക്കും, ഞാൻ ഒരു സാധാരണയാളും. പക്ഷെ തെരഞ്ഞെടുപ്പിൽ സാർ തോറ്റ നിങ്ങളും ഒരു സാധാരണയാളാകും. ആ അധികാരം കിട്ടാൻ വീണ്ടും ഞങ്ങളെ തേടി വരണം. അധികാരം വെച്ച് വരട്ടരുത്. സാർ അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യുമെങ്കിൽ ഞാൻ എൻ്റെ വീടിന് വേണ്ടി എന്തും ചെയ്യും. എന്ത് ചെയ്യൂടാ നീ? എന്ത് ചെയ്യുമെന്നാ? മിണ്ടാതിരുന്നാ നീ തലേ കയറുവോ? ഞാനിവിടെ വായി നോക്കാനിരിക്കുമെന്ന് വിചാരിച്ചോ? ഒരു കൗൺസിലർ ചത്ത എല്ലാം നീ നിർത്തിക്കളയുവോ? ഇങ്ങോട്ട് നോക്കടാ. ഞാൻ ഈ നില റിവൺ കണ്ടിച്ച് വന്നതല്ല, കഴുത്തറുത്ത് വന്നതാ. ഇലക്ഷന്റെ സമയമെല്ലാം തന്നെ ഞാൻ കൊന്നു കൊഴിച്ചു മൂടിയാനാ. പറഞ്ഞു വിടടാ ഇവനെ. എന്താ മോനെ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെ? നിന്റെ നല്ല സമയം നിനക്ക് ജീവൻ തിരിച്ചു കിട്ടി. ആദ്യം നീ ഇവിടുന്ന് പോയേ. പോ. എവിടെ വരെ പോകും? കോർപ്പറേഷൻ കമ്മീഷണർ, MLA, MP, മിനിസ്റ്ററുടെ അടുത്ത് എവിടെ പോയാലും ചുറ്റി എൻ്റെ അടുത്ത് തന്നെ വരണം. ഒരു കൗൺസിലർ ചത്ത എല്ലാം നീ നിർത്തിക്കളയൂ. ചേച്ചി, നമ്മുടെ സ്വന്തം രമണി ചേച്ചി, നമ്മുടെ സ്വന്തം രമണി ചേച്ചി. ചേച്ചി, വെറൂർ ഇഡലിക്കട തുടങ്ങിയ ചേച്ചി ഇപ്പൊ ഇവിടം വരെ വന്ന് നിൽക്കുകയല്ലേ? ഇതിനു മേലെ പോണ്ടേ? എന്താണ് പറയല്ലേ? ചേച്ചി, ഈ പ്രാവശ്യം നടന്ന വോട്ടെടുപ്പിൽ ഭൂരിഭാഗവും ജയിച്ചിരിക്കുന്നത് ഇടതുപക്ഷക്കാരാണ്. ചേച്ചിയുടെ ഭാഗ്യം കൊണ്ട് മേയർ പദവി പെണ്ണുങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. നേരാണ് ഈ പറയുന്നത്. ഇതുപോലും അറിയാതെ കൗൺസിലറായി. ഞാൻ പറയാം, അവരുടെ ഭാഗ്യക്കേട് കൊണ്ട് അവരുടെ പാർട്ടിയിൽ ഒരു പെൺ കൗൺസിലർ പോലും ഇല്ല. ചേച്ചിയുടെ ഭാഗ്യം ചേച്ചി ഒരു പെണ്ണായതാണ്. VTM പാർട്ടിയുടെ നേതാവിനെ പോയി കാണ്. ഒരു പൊന്നാട അണിയിക്ക്. നമ്മുടെ നാടിന്റെ അടുത്ത മേയർ രമണി ചേച്ചി. രമണി ചേച്ചി, രമണി ചേച്ചി. ഞാൻ ചോദിക്കട്ടെ? അതെ, തല മുഴുവൻ നര കയറിയിരിക്കുക. എന്നിട്ട് പറയാം യൂത്തിൽ ചേർക്കാൻ അങ്ങനത്തെ കൊടുത്തോ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നാളെ രാവിലെ ഫ്രണ്ട് പേജിൽ തന്നെ വരണം. മേയർ രമണി ചേച്ചിയുടെ ആഭിമുഖ്യത്തിൽ എക്സ് കൗൺസിലർ മുരളി അണികളോടൊപ്പം പാർട്ടിയിൽ വന്ന് ചേർന്നു. എടാ നിക്കടാ, വെറും മേയർന്ന് വേണ്ട, പെൻ ഷേഖുവാരെന്ന് ഇട്ടേക്ക്. അല്ല, ഈ ഷേഖുവാരെന്ന് പറഞ്ഞാരാ? ആർക്കറിയാം, എല്ലാരും ബെനിനെ ഇട്ടോണ്ട് നടക്കും. നീ ഇട് മോനെ. നിന്നെ ഷേഖുവാർ ആരാന്നറിയോ? അയാൾ ഒരു കോടീശ്വരനും പിന്നെ ഒരു വീര പോരാളിയുമായിരുന്നു. സേ എന്ന് പറഞ്ഞാൽ സുഹൃത്തെന്നർത്ഥം. മാറ്റങ്ങൾ വരുത്താത്ത എല്ലാ വാക്കുകളും വേസ്റ്റ് ആണെന്ന് അയാൾ പറഞ്ഞിരുന്നത്. ബുദ്ധിമാനെ പോലെ സംസാരിക്കുന്നല്ലോ, അറിവുള്ള ആളാ. അതുകൊണ്ടല്ലേ ഞാൻ വാച്ച്മാനായിട്ട് നീ പാർട്ടിയിലുള്ളത്. അറിവിനും രാഷ്ട്രീയത്തിനും എന്താ ബന്ധം? ആപ്പിൾ, മൽഗോവ, മാമ്പഴം. വരൂ 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 വരൂ. 5000 മാറ്റി വെച്ചിട്ട് ബാക്കി 250 രൂപ.
രമണി എന്ന ഞാൻ ഈശ്വരൻ മുൻപാകെ സാക്ഷിയായി എന്റെ സഹോദരൻ കമൽഹാസനാണ് സത്യം. ഈ നഗരസഭയുടെ മേയറായി ഏറ്റെടുത്തിരിക്കുന്ന ഈ ഉത്തരവാദിത്വം സത്യസന്ധമായും മനസാക്ഷിയോടെയും ഞാൻ ആത്മാർത്ഥമായി ചെയ്തു കൊള്ളാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. വളരെ നന്ദിയുണ്ട് മക്കളെ. എന്തിന്? എവിടെയോ കിടന്ന് എന്നെയല്ലേ ഇവിടെ നിർത്തിയിരിക്കുന്നത്. എല്ലാം നീ എന്നോട് നന്ദി കാരണം. പറയണ്ട, ഇവരോടെല്ലാം പറയേ. ചേച്ചിയെ വിശ്വസിച്ച് ഇവരെല്ലാം വോട്ട് ചെയ്തില്ലേ? ചേച്ചിയെ കൊണ്ടാകുന്നത് ഇവർക്ക് ചെയ്തു കൊടുക്ക്. ഇതൊക്കെ മോൻ പറഞ്ഞു തരണോ എന്നോട്? തീർച്ചയായും ചെയ്തിരിക്കും. അടിപൊളി.